ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വിവേകാണെങ്കിലും മോളെ താരാട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഉറക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഭിയും അഞ്ജുവും അതുപോലെ വർഷയും കൂടിയും അതെല്ലാം തന്നെ ആസ്വദിച്ച് അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, വിവേകേട്ടന് എന്ത് കെയറിങ് ആണ് മോളോട്. നേരത്തെ തന്നെ പനിയാണെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നോക്കുന്നത് കണ്ടില്ലേ. വിവേകേട്ടൻ്റെ ഒരു ടെൻഷൻ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ്. ശരിക്കും ഇപ്പോൾ ആർച്ചയുടെ ഡാഡി തന്നെയാണെന്ന് പറയുന്നു. താനെപ്പോഴും ആർച്ചയുടെ മമ്മിയാണല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു മാച്ചായി ഇപ്പോൾ എന്ന രീതിയിലൊക്കെ അപ്പോൾ പറയുന്നുണ്ട്. വിവേകിന് അത് മാത്രമല്ല, പ്ലേ സ്കൂളിലെ കുട്ടി ചേർത്തിയപ്പോൾ തന്നെ അവിടുത്തെ ടീച്ചറും വിചാരിച്ചിരിക്കുന്നത് മോളുടെ പേരൻസ് ഞങ്ങൾ തന്നെയാണെന്നാണ്. പിന്നെ ഞങ്ങളത് തിരുത്താനും പോയില്ല. അത് ഞങ്ങൾക്ക് സന്തോഷമായെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും വിവേക് നല്ല മാറ്റമുണ്ട്. വിവേക് തനിക്ക് വേണ്ടി എന്തെല്ലാമൊക്കെയാണ് ചെയ്യുന്നത്. ആ സമയത്ത് വർഷ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് ആദ്യമായി വിവേകിനെ കണ്ടുമുട്ടിയതും പിന്നെ വിവേക് അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ വർഷയെ പ്രപ്പോസ് ചെയ്തതും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനൊരു മറുപടിയായിട്ട് എന്തായാലും വിവേകിന് കൊടുക്കണം. പാവം, അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് എന്ന രീതിയിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിലോ അതിനുശേഷം വർഷം മോളെ എടുക്കാനായിട്ട് വിവേകിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. മോൾ ഉറങ്ങി കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോളെ കൊടുക്കുന്നുണ്ട്. ഇപ്പം മോളുള്ളത് കൊണ്ട് വിവേകിന് എന്നോട് ഒന്ന് സംസാരിക്കാൻ പോലും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, നിന്നോട് എനിക്ക് സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, മോൾക്ക് പനിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ടെൻഷനായി എന്ന് പറയുന്നു. നാളെ എന്നെ ഒന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, തീർച്ചയായും കൊണ്ടുപോവാം. നാളെ എന്തായാലും നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് വരാം രണ്ടുപേർക്കും കൂടി എന്ന് പറഞ്ഞിട്ട് വിവേക് പോകുന്നു കേട്ടോ. ആ സമയത്ത് സ്വന്തം അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വർഷ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വിവേകിനോടുള്ള ഇഷ്ടം നാളെ എനിക്ക് തുറന്ന് പറയണം, പക്ഷേ എൻ്റെ ഭാഗ്യദോഷം അതിന് അനുവദിക്കുമോ അമ്മേ എന്ന രീതിയിലാണ് ചോദിക്കുന്നത് കേട്ടോ. ആ സമയത്ത് അഞ്ജുവും അഭിയും കൂടി ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്, എന്താ ഈ ദോഷത്തിൻ്റെ കാര്യങ്ങളും എന്ത് ഈ വിധി എന്നെ സമ്മതിക്കോ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇനി വിവേകേട്ടനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണോ? ഉണ്ടെങ്കിൽ ഞാൻ ഇവളെ കൊല്ലുമെന്ന് അഭി പറയുന്നുണ്ട്. നീ ഇപ്പോൾ പോയി ഇടപെടാനും നിൽക്കണ്ട, നമുക്ക് നോക്കാം എന്താ അവിടെ പറയാനായിട്ട് പോകുന്നത്. പിറ്റേ ദിവസം ആർച്ച എഴുന്നേൽക്കുന്നത് മുന്നേ തന്നെ വർഷ അമ്പലത്തിലേക്ക് പോകാൻ സാരി കൊടുത്ത് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്താണോ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ വന്നേനെ, അതാണല്ലോ പറയാത്തത്. എനിക്ക് വിവേകിൻ്റെ കൂടെ തനിച്ചൊന്ന് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ആർച്ചക്കുട്ടിയെ എഴുന്നേൽപ്പിച്ച പോലുമില്ല, അവൾ അറിയാതെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി താൻ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇന്ന് എനിക്ക് വിവേകിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ പോയിട്ട് വായോ എന്ന് പറയുന്നു. ആ സമയത്ത് അഭിയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട്. മറ്റൊന്നല്ല, അത് ശ്രീജിത്ത് തന്നെയാണ്, അതായത് ശ്രീനാഥ്. അതിനുശേഷം തന്നെ എൻ്റെ ശ്രീജിത്ത് ആയിരിക്കുമല്ലേ എന്ന് പറയുന്നു. അതല്ല, എൻ്റെ ഒരു ക്ലയൻ്റാണെന്ന് പറയുന്നു. നടക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുപോകുന്നു. പിന്നീട് വർഷയും വിവേകം കൂടി കാറിൽ പോകുന്ന സമയത്ത് വിവേക് ചോദിക്കുന്നുണ്ട്, എന്താണോ തനിക്ക് എന്നോട് പറയാനുള്ളത് എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെൻഷൻ ഒഴിവാക്കാമായിരുന്നു. വലിയ വീരശൂരി പരാക്രമിയൊക്കെയാണല്ലോ, എന്നിട്ട് എന്തിനാ അത്ര ടെൻഷൻ? അമ്പലത്തിൽ പോയിട്ടല്ലേ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്, നോക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. താൻ ബട്ട വെച്ച് പ്രാർത്ഥിച്ചത് നല്ലൊരു ജീവിതം കിട്ടാനാണ്, അത് എൻ്റെ മുന്നിൽ നിൽക്കുന്നു. വിവേകിനോട് അത് തുറന്ന് പറയണമെന്ന്. വിവേകാണെങ്കിലോ, ഞാൻ ആഗ്രഹിച്ചത് ഈ പെൺകുട്ടിയെ എനിക്ക് കിട്ടണമെന്നാണ്, അതെനിക്ക് ഏകദേശം സാധിച്ചു തന്നു ദേവി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ആ സമയത്ത് അവിടുത്തെ തിരുമേനി വന്ന് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളുടെ നക്ഷത്രത്തിൽ എല്ലാ മാസവും ഒരു വിദ്യാർച്ചന നടത്തുകയായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ചെയ്യാമെന്നായി. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, മോളുടെ നാളെ നമുക്കറിയില്ലല്ലോ, ഡേറ്റ് ഓഫ് ബർത്തും അറിയില്ല, ഇനി എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഇവിടെ വഴിപാട് കഴിച്ചത് എൻ്റെ അനിയത്തിയുടെ ആർച്ചയുടെ നാൾ കൊടുത്തിട്ടാണ്, അതുപോലെ നമുക്ക് എന്നാൽ മോളുടെ നാളും അത് തന്നെ ഫിക്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നു. എന്നാൽ വിവേക് നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ആദ്യം വിവേക് വർഷയെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സ്ഥലം വിവേകിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഈ സ്ഥലത്തിന് പ്രത്യേകത? എന്നാൽ ഞാൻ തന്നെ പറയാം, വിവേക് എന്നെ പ്രപ്പോസ് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്, അന്ന് പട്ട് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എന്ന് പറയുന്നു. അത് ശരിയാണല്ലോ വിവേക്, എനിക്ക് കുറച്ച് സംസാരിക്കണം, നമ്മുടെ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ്. മമ്മി സമ്മതിച്ചാൽ മാത്രം താൻ എന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ വിവേക് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വിവേക് എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു അതിൻ്റെ 100 ഇരട്ടിയായിട്ട് വിവേകിനെ ഞാൻ സ്നേഹിക്കുന്നതെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് എൻ്റെ ദേവി, നീ ഇപ്പം തന്നെ എനിക്ക് അനുഗ്രഹം തന്നല്ലോ എന്ന് പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിവേക് എന്താ ഞെട്ടലോടുകൂടി അല്ലല്ലോ കേട്ടതെന്ന് പറയുന്നുണ്ട്. അതിന് ഇത്ര ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല വർഷ, കാരണം
തൻ്റെ മനസ്സ് എനിക്കറിയാം, പറയാതെ പറഞ്ഞിട്ട് ഒരുപാട് വട്ടം ആ മനസ്സിൽ നിന്ന് ഞാൻ കേട്ടതാണ് എന്നെ ഇഷ്ടമാണെന്നുള്ളത്, അതുകൊണ്ടാണ് വലിയ ഞെട്ടലൊന്നും ഇല്ലാത്തത് എന്ന് പറയുന്നു. എന്നാൽ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹർഷയെ ചേർത്ത് പിടിക്കുന്നുണ്ട് വിവേക്. ഇങ്ങനെ സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഒരു ഉമ്മയൊക്കെ തരാനാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ ഇതിപ്പോൾ അമ്പലമായില്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതൊന്നും വേണ്ട, കൈ വിട്ടേന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് ആൻറ്റി വരുന്നതെന്ന് പറയുമ്പോൾ വിവേക് പേടിക്കുന്നുണ്ട്. അങ്ങനെ വിവേകിനെ തട്ടിയിട്ടിട്ട് ആ അമ്പലത്തിൽ ചുറ്റും ഓടി നടക്കുക കേട്ടോ. വർഷ ആ സമയത്ത് വിവേകും പുറകെ ഉണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ദേവിയുടെ മുന്നിലെത്തുന്നുണ്ട്. അപ്പോഴത്തേനും ദേവി, ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കണം, കാരണം സന്തോഷം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന രീതിയിലൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷ. ആ സമയത്ത് പ്രാർത്ഥിച്ച് കണ്ണ് തുറക്കുന്ന സമയത്ത് മറ്റാരുമല്ല കാണുന്നത്, നമ്മൾ ശ്രീനാഥിനെ തന്നെയാണ് കേട്ടോ. ശ്രീനാഥ് അവിടെ നിൽക്കുന്നുണ്ട്. അത് കാണുന്ന വർഷ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അയ്യോ എന്ന രീതിയിലാണ് പറയുന്നത്. കാരണം ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ തൻ്റെ മുന്നിലെത്തുകയാണ് ശ്രീനാഥ്. സമയത്ത് ആകെ എന്താണ് സ്തംഭിച്ച പോലെയാണ്. അതായത് ഒന്നും പറയാനോ, അതുപോലെ കണ്ണിൽ നിന്ന് കണ്ണീര് മാത്രമാണ് വർഷയിൽ നിന്ന് കാണുന്നത് നമുക്ക്. അപ്പോഴത്തേനും ശ്രീനാഥ് ആണെങ്കിലോ തൊണ്ടയൊക്കെ ഇടറി തന്നെ തൻ്റെ വർഷയെ നോക്കി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ഒരുപാട് കാലമായിട്ട് അവരാഗ്രഹിച്ചതാണ് ഈ ഒരു മൊമെൻറ്റ്, പക്ഷേ അതിപ്പോഴാണ് സംഭവിച്ചത്. അങ്ങനെയോടുകൂടി തന്നെ ശ്രീനാഥിനെ നോക്കുകയാണ് ശ്രീയേട്ടൻ എന്ന രീതിയിലൊക്കെ. ആ സമയത്ത് പെട്ടെന്ന് ശ്രീയുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് നിൽക്കുന്ന വർഷയ്ക്ക് അത് പറ്റുന്നില്ല. കാരണം അപ്പോഴേക്കും വിവേക് വിളിക്കുന്നുണ്ട് കേട്ടോ. വർഷ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. വിവേക് ശ്രീയേട്ടൻ എന്ന രീതിയിൽ പറയുന്നു. അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീയെ. പക്ഷേ അവിടെ ശ്രീനാഥ് ഉണ്ടെന്ന് തന്നെ ഉറപ്പാണ്. കാരണം ആ സമയത്ത് വിവേകിനെ കാണുമ്പോൾ ശ്രീ അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. ആ ഒരു സെക്കൻഡോട് കൂടി തന്നെ ശ്രീ അവിടുന്ന് മാറുന്നുണ്ട്. എവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അല്ല വിവേക്, ഇവിടെ ശ്രീ ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, ശ്രീയേട്ടൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇപ്പോൾ കണ്ടതാണെന്ന് പറയുന്നു. അത് തനിക്ക് തോന്നിയതായിരിക്കുമെടാ, ഇവിടെ ശ്രീനാഥൊന്നും വന്നിട്ടില്ല, നമ്മളല്ലേ ഉള്ളൂ, തനിക്ക് എന്തൊക്കെയായി തോന്നുന്നത്? അല്ല വിവേകേ, ഇവിടെ ഞാനിപ്പോൾ കണ്ടു ശ്രീയേട്ടനെ, എൻ്റെ കൺമുന്നിൽ തന്നെ ശ്രീയേട്ടനുണ്ടെന്ന രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ വർഷ പറയുന്നത്. പക്ഷേ വിവേക് അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് വിവേക് അവിടെ കാണുന്നൊന്നുമില്ല ശ്രീനാഥിനെ. പക്ഷേ വാശി പിടിക്കുന്നുണ്ട് വർഷ ഇവിടെയുണ്ട്. കാരണം അത്രയ്ക്കും നെഞ്ച് ഒലഞ്ഞിരിക്കുന്നു കേട്ടോ നമ്മുടെ വർഷയുടെ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ശ്രീ മുന്നേ കാണുന്നത്. അപ്പോഴത്തേനും ആകെ കരഞ്ഞ് കലങ്ങിയ കണ്ണോടുകൂടി തന്നെയാണ് വിവേകിനോട് കാര്യങ്ങൾ സംസാരിക്കുക. ശ്രീനാഥ് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തെ കണ്ടതാണ്, ശ്രീയേട്ടൻ്റെ അടുത്തേക്ക് എനിക്ക് പോകണം എന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ. കാരണം 2 വാക്ക് സംസാരിച്ചില്ലല്ലോ. ആ സമയത്ത് തന്നെ ശ്രീയെ കാണാതെ ആയതാണ്. പെട്ടെന്ന് ശ്രീനാഥ് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷയും അതുപോലെ തന്നെ വിവേകിനെയും. ശ്രീനാഥും ആകെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. പക്ഷേ ശ്രീനാഥ് ആഗ്രഹിച്ചത് എന്താണ്? വർഷ സന്തോഷമായിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നുള്ളത്. വിവേകിൻ്റെ കയ്യിലാണ് അവളുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും അവൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവുക. തൻ്റെ വർഷയെ ഒന്ന് നേരിട്ട് കാണാമെന്ന് മാത്രമേ ആ ഒരു പാവ ആഗ്രഹിച്ചിട്ടുള്ളൂ കേട്ടോ. അതിവിടെ സാധിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വരാൻ പോകുന്നത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലൂടെ കാണാം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ കഴിയുന്നത് കേട്ടോ.